പൊടിയിൽ നിന്ന് എഴുന്നേൽക്കുക. ബന്ധനസ്ഥനായ യെരുസലേമേ, പൊടിയിൽ നിന്നും തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥനായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. യെശയ്യാ 52:2 വചനം പറയുന്നു. ഓരോ നോമ്പുകാലവും നമ്മൾ ആരാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാലമാണ്. ദൈവം ആദത്തോട് പറഞ്ഞു, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ഉൽപ്പത്തി 3:19 പറയുന്നു. ദൈവസന്നിധിയിൽ നോമ്പുകാലത്ത് നാം ഏറ്റുപറയുന്നു, ഞാൻ ബലഹീനനും പാപിയും അയോഗ്യനുമാണ്. അവിടുന്ന് തന്നെ ഓർക്കാൻ ഞാൻ ആരാണ്? ഈ പ്രപഞ്ചത്തിലെ മഹാ അത്ഭുതങ്ങളോട് തട്ടിച്ചു നോക്കിയാൽ ഞാൻ വെറും കടന്നു പോകുന്ന കാറ്റും ഉറപ്പില്ലാത്ത നിഴലുമാണ്. നമ്മുടെ നിസ്സാരതയെക്കുറിച്ച് നാം ബോധമുള്ളവരാകുന്ന കാലമാണിത്. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. 1 കൊരിന്തോസ് 15:43. നിസ്സാരമായ പൊടിയാണ് നമ്മളെങ്കിലും കരുണാമയനായ ദൈവം നമ്മിലേക്ക് ജീവശ്വാസമൂതി അവിടുത്തെ അനന്തകൃപയാൽ നമുക്ക് അസ്തിത്വം നൽകി, വ്യക്തിത്വം നൽകി, വിലയും ബഹുമാനവും നൽകി, എല്ലാറ്റിനുമുപരി പുത്രസ്ഥാനവും നൽകി. ദൈവവചനം അതിനെക്കുറിച്ച് പറയുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഞങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ഗലാത്യർ 3:26 പറയുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിരിക്കുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. 1 യോഹന്നാൻ 3:2-3 വചനം പറയുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നിയമാവർത്തനം പറയുന്നു. 30:19 പറയുന്നു. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന മഹത്വം വെളിപ്പെടണമെങ്കിൽ നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന് നാം വിട്ടുകൊടുക്കുകയും ദൈവകരങ്ങൾ നമ്മെ രൂപപ്പെടുത്താൻ എളിമയോടും അനുസരണയോടും തയ്യാറാവുകയും വേണം. ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ നാം ഉപേക്ഷിച്ച് ആത്മാവിൻ്റെ ഫലങ്ങളെ പുൽകണം. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, കോപം, മത്സര്യം, ഭിന്നത, വിവാഹിയത, വിദ്വേഷം, മദ്യപാനം. ഈ പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാശത്തിൻ്റെ വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ നിന്ന് പിന്മാറാനും ദൈവത്തിലേക്ക് തിരിയാനുമുള്ള ഒരു വഴിയാണ് ഈ 50 നോയമ്പ്. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമാധാനം ഇവയാണ്. ഗലാത്യർ 5:22-23 പറയുന്നു. ആത്മാവിനാൽ ആരംഭിച്ചിട്ട് അപ്പോൾ ശരീരത്താൽ അവസാനിപ്പിക്കാൻ മാത്രം പോഷന്മാരാണോ നമ്മൾ? ഗലാത്യർ 3:3 പറയുന്നു. ശരിയല്ലേ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ വിശുദ്ധിയിലൂടെ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടൂ. ത്യാഗം വയറിലല്ല, മത്സ്യമാംസാദികളിലല്ല, ഹൃദയത്തിലാണ് നോമ്പും പശ്ചാത്താപവും വേണ്ടത്. നിങ്ങൾ 50 ദിവസം മത്സ്യവും മാംസവും ഉപേക്ഷിക്കുന്നു, എന്നാൽ നിങ്ങളുടെ അയൽക്കാരോടും സഹോദരരോടും മിണ്ടുന്നില്ല, ഐക്യപ്പെടുന്നില്ല, മാതാപിതാക്കളെ സന്ദർശിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും അവരുടെ പേരക്കുട്ടികളെ കാണാൻ അനുവദിക്കുന്നില്ല. അന്യരുടെ പറമ്പിൻ്റെ അതിരുകൾ മാന്തുക, വഴി തടയുക, ലോകത്തിൽ സാധ്യമാകുന്ന എല്ലാ തെറ്റുകളും ചെയ്തു. എന്നാൽ 50 ദിവസം മത്സ്യവും മാംസവും വർജിച്ചതുകൊണ്ട് മാത്രം സഹോദര സഹോദരി നിങ്ങൾക്ക് സ്വർഗരാജ്യം തുറന്നു തരുമെന്ന് ആരും വിചാരിക്കേണ്ട. ഈ 50 ദിവസം സൽക്കർമ്മങ്ങൾ ചെയ്യുക, നല്ലത് പറയുക, പറയിപ്പിക്കുക, സത്യസന്ധമായി ഹൃദയപരിവർത്തനത്തോടെ യേശുവിൻ്റെ ദുഃഖ വെള്ളിയാഴ്ചയിൽ നിന്നും പുനരുദ്ധാരണത്തിൻ്റെ നാളുകളിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.